ഇത്രയും അവശനിലയിലായ അച്ഛമ്മയെ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? ആശുപത്രി തന്നെ കിടത്തിയാൽ മതിയായിരുന്നില്ലേ? ഡോക്ടറാണ് ഡിസ്ചാർജ് ചെയ്തത്. ഇനിയുള്ള ചികിത്സകളൊക്കെ വീട്ടിൽ മതിയെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മയെ വിക്രമന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിരുന്നില്ലേ? ഹോം നഴ്സുമാരെ ശമ്പളത്തിന് വെച്ച് അച്ഛമ്മയെ ചികിത്സിക്കായിരുന്നല്ലോ. അല്ലാതെ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഹരിത പറഞ്ഞു തന്നെയാ ന്യായം. വീട്ടു ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇവിടെ അച്ഛമ്മയുടെ ചികിത്സാ ചെലവ് ആര് വഹിക്കും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. മനസ്സിലായി. അമ്മയുടെ ചികിത്സാ ചെലവിന്റെ ഒരു വീതം നിന്റെ പോക്കറ്റിൽ നിന്ന് ചോരുമെന്നുള്ള പേടിയല്ലേടാ നിനക്ക്? അച്ഛനമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച് സ്വന്തം കാര്യം നോക്കുന്നവനല്ലേ നീ? മാധവൻ ജീവിതം പഠിച്ചത് നിന്റെ സ്കൂളിൽ നിന്നല്ലടാ. എന്റെ അമ്മയാണ് എനിക്ക് വലുത്. മുണ്ടും മുറുക്കിയെടുത്തും പട്ടിണി കിടന്നും എന്റെ അമ്മയെ ഞാൻ നോക്കിയിരിക്കും. ഇതിലെന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ട്. അച്ഛമ്മയുടെ അവസ്ഥ ഇങ്ങനെയായി. എനിക്കുണ്ടായ ദുരന്തം തന്നെ വർഷയ്ക്കും ഉണ്ടായി. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം അത് അനുഭവിച്ചവർക്കേ അറിയും. ഇതിലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിലും ഇവിടെ കാര്യം പറയുന്നവരുടെ തലയിൽ കയറാനാ പലർക്കും താല്പര്യം. ഇന്നിപ്പോ ആംബുലൻസ് വന്നു. നാളെ ഈ മുറ്റത്ത് വരുന്നത് പോലീസ് ജീപ്പായിരിക്കും. അപ്പോഴും ന്യായം പറയാൻ ഇക്കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവണം. മക്കളാണ് ഇത്രയും മക്കള്. ഹരിത പറയുന്നത് പോട്ടെ, അവള് വന്നു കയറിയ പെണ്ണ. അതുപോലല്ല നീ. കുട്ടിക്കാലത്ത് ആ അച്ഛമ്മ പറയുന്ന കഥകൾ കേട്ട നീ ഉറങ്ങാറ്. ഏത് വിശേഷങ്ങൾക്ക് പോയാലും അച്ഛമ്മയുടെ വിരലിൽ പിടിച്ച നിന്റെ നടപ്പ്. ഓ, തുടങ്ങിയ ഒരു പഴംപുരാണം. എന്ത് പറഞ്ഞാലും അവസാനം ഒരു സെന്റിമെന്റൽ ലോക്കിൽ കൊണ്ട് നിർത്തും. അതോടെ എല്ലാവരും ഫ്ലാറ്റ്. എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ.